പവർ ഇൻഡിക്കേഷൻ, സ്വിച്ച്, ഫ്യൂസ്, പോയിൻ്റ്, ലിഫ്റ്റിംഗ് സ്വിച്ച്, സ്വിച്ച് ഓൺ ദ റൈറ്റ് ഹൈ. ഇപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ഫംഗ്ഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ പെഡൽ സ്വിച്ച് ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് നിൽക്കുള്ളൂ. ഈ ഓട്ടോമാറ്റിക് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം പോയിൻറ്റ് സ്വിച്ചിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പോയിൻറ്റ് ബൈ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് തന്നെ നമ്മൾ ബോട്ടിൻ്റെ ഹൈറ്റ് സെറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മാക്സിമം പൊസിഷനിൽ എത്തിക്കുക. ഇത് മാക്സിമം പൊസിഷനാണ്, ഇത് മിനിമം പൊസിഷനാണ്. ഫുൾ പൊസിഷനാക്കുക. എന്നിട്ട് നിങ്ങളുടെ ബോട്ടിലനുസരിച്ച് ബോട്ടിലിൻ്റെ ഹൈറ്റിനനുസരിച്ച് സെറ്റ് ചെയ്യുക. ഈ നട്ട് ലൂസ് ചെയ്തതിന് ശേഷം, ലോക്ക് നട്ടാണ്, അത് ലൂസ് ചെയ്തതിന് ശേഷം ടൈറ്റ് ചെയ്തോ അല്ലെങ്കിൽ ലൂസ് ചെയ്തോ നമ്മൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് 2 പീസാണ്. ഈ ഒരു പീസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നോട്ട്, അതായത് ഇത്രയും വലിയൊരു കുപ്പി വരെ നമുക്ക് വെക്കാം, 2 ലിറ്റർ കുപ്പി വരെ നമുക്ക് വെക്കാവുന്നതാണ്. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം പിന്നെ വരുന്നത് പോയിൻറ്റ് സ്വിച്ചിൽ തന്നെ പ്രസ് ചെയ്തിട്ട് ഡൈ സെറ്റിങ്, അതിനകത്ത് ടോപ്പ് പൊസിഷനിലെത്തിക്കുക. ഫസ്റ്റ് ഇതിയുടെ സൈഡ്, ഈ റോളറിൻ്റെ മാക്സിമം പൊസിഷനിലാണ് റോളർ വെക്കണത്, ക്യാം നിൽക്കുന്നത്. ക്യാം പൊസിഷൻ നിൽക്കുന്നത് ഈ ഡൈയുടെ നേരെ ഈ ഒരു ഗ്യാപ്പിൽ വേണം നിൽക്കാൻ. പിന്നെ അതുപോലെ തന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇത് ഒരു പൊടിക്ക് ലൂസ് ചെയ്യുക. അതിനുശേഷം ഈ അലൻ ബോൾട്ട് ടൈറ്റ് ചെയ്യുക, ലൂസ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ആവും. ഇതുപോലെ തന്നെ നെക്സ്റ്റ് ഈ ക്യാമ് മാക്സിമം പൊസിഷനിലെത്തിക്കുക. മാക്സിമം പൊസിഷനിലെത്തിച്ചു. അതിനുശേഷം ഈ നട്ടൊന്ന് പൊടിക്ക് ലൂസ് ചെയ്യുക. അതിനുശേഷം ഈ അലൻ ബോൾട്ട് യൂസ് ചെയ്ത് ഇത് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യുക. ഓക്കെ. അതിനുശേഷം ഓട്ടോമാറ്റിക്കലി ഇട്ടു, അത് താഴെ വന്നു. അപ്പോൾ നമ്മൾ ബോട്ടിൽ വെച്ചു. അതിൻ്റെ പെഡൽ സ്വിച്ച് ഉണ്ട്, പെഡൽ സ്വിച്ച് പ്രസ് ചെയ്യാം.